നമുക്ക് എടുക്കാനുള്ളത് ലോജിക്കൽ വേഴ്സസ് ഫിസിക്കൽ അഡ്രസ് സ്പേസ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് കമ്പൈൻ ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ. ലോജിക്കൽ അഡ്രസ്സ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ലോജിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത് CPU ആണ്. അതേപോലെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി യൂണിറ്റിലുള്ള അഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് പറയുന്നത് മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ രണ്ട് സെക്ഷനാക്കി മാറ്റി. ലോജിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേറ്റഡ് ബൈ ദ CPU ആർ ഓൾസോ നോൺ ആസ് ദ വെർച്വൽ അഡ്രസ്. ലോജിക്കൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് CPU ആണ്. അതിനെ വെർച്വൽ അഡ്രസ്സ് എന്ന് കൂടി പറയാറുണ്ട്. സെയിം ആസ് ഇൻ ദ ഫിസിക്കൽ അഡ്രസ് ഈസ് ക്രിയേറ്റഡ് സീൻ ബൈ ദി മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റിൽ കാണുന്ന അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലോജിക്കൽ അഡ്രസ് സ്പേസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ലോജിക്കൽ അഡ്രസ് ജനറേറ്റഡ് ബൈ ദ പ്രോഗ്രാം. പ്രോഗ്രാമിൽ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ലോജിക്കൽ അഡ്രസ് സ്പേസിനെയും പറയുന്ന പേരാണ് ലോജിക്കൽ അഡ്രസ്സ്. ഓരോ ലോജിക്കൽ സ്പേസ്, ഒരു സ്പേസ്, ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് CPU ആണ്. പ്രോഗ്രാമിലെ കോഡിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ലോജിക്കൽ അഡ്രസ് സ്പേസിൽ വരുന്നത്. ഇനി ഫിസിക്കൽ അഡ്രസ് സ്പേസ് ആണെന്നുണ്ടെങ്കിലോ അതൊരു സ്പേസ്, മെമ്മറിയിലുള്ള ഒരു സ്പേസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഫിസിക്കൽ അഡ്രസ് ജനറേറ്റഡ് ബൈ ദ പ്രോഗ്രാം. പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന അഡ്രസ് സ്പേസിനെയാണ് ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടിനും കൂടെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ് ആർ ദ സെയിം ഇൻ കമ്പൈൽ ടൈം. രണ്ടും സെയിം ആണ് ഇൻ കമ്പൈൽ ടൈം ആൻഡ് ലോഡ് ടൈം അഡ്രസ് ബൈൻഡിങ് സ്കീം. അഡ്രസ് ബൈൻഡിങ് സ്കീമിൽ അഡ്രസ് ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ബൈൻഡിങ്, അഡ്രസ് ബൈൻഡിങ് എന്ന് പറയുന്ന കേസിൽ അഡ്രസ് ബൈൻഡിങ്ങിൽ ലോജിക്കലും ഫിസിക്കലും സെയിം ആണ്. അത് കമ്പൈൽ ടൈം ആൻഡ് ദ ലോഡ് ടൈം. കമ്പൈൽ ടൈമിലും ലോഡ് ടൈമിലും ഇതിൻ്റെ രണ്ടിൻ്റെയും അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആണ്. ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. എപ്പോഴാണ് അത് ഡിഫറെൻ്റ് ആവുന്നത്? അറ്റ് എക്സിക്യൂഷൻ ടൈം. എക്സിക്യൂഷൻ ടൈമിൽ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇത് നമ്മൾ നേരത്തെ കണ്ട സെയിം കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ നോക്കുക, CPU ആണ് ലോജിക്കൽ അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ദ ഡിവൈസ്, ഹാർഡ്വെയർ ഡിവൈസ് MMU ഈസ് ക്രിയേറ്റിംഗ് ദി ഫിസിക്കൽ അഡ്രസ് ബൈ യൂസിങ് ദി റീലൊക്കേറ്റബിൾ രജിസ്റ്റർ. റീലൊക്കേഷൻ രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കൂടിയും കൂട്ടിയിട്ട് MMU ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അഡ്രസ്സിനെ ക്രിയേറ്റ് ചെയ്യും. Then CPU is generated the logical address and the physical മെമ്മറിയിലുള്ള അഡ്രസ്സാണ് ഫിസിക്കൽ അഡ്രസ്. ഓക്കെ, ഇതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം.